അത് ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇപ്പം എൻ്റെ മാരേജ് കഴിഞ്ഞു, എന്നാലും തന്നെ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള ഒരു ഇതുണ്ട്. കാരണം മനസ്സിൽ എന്ത് വിഷമം ഉണ്ടെന്ന് ഹാപ്പിനെസ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് ഇവിടെ വന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ഫീലാണ്. അതാണ് ഇന്ന് പിറന്നാളിൻ്റെ തലേദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങണത്. ഇനി നാളെ ഏർലി മോർണിങ്ങിന് വരണം, ആളെ നല്ലവണ്ണം കാണണം, പിന്നെ ആളുടെ പിറന്നാൾ സദ്യയൊക്കെ കഴിച്ചിട്ട് മടങ്ങണം സ്വന്തം ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. പിന്നെ ഇവിടെ വരുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി വേറെ എവിടെ പോയാലും കിട്ടത്തില്ല. അതാ എല്ലാവർക്കും അങ്ങനെയാണ്, ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന സെയിം കാര്യം തന്നെയാണത്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതാണ് ലൈഫിൽ. അപ്പോൾ അതിന് കൂടുതലും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെ പറയാനായിട്ടുള്ളതല്ല, അല്ല ഏറ്റവും കൂടുതൽ ഞാൻ സിംഗിൾ പാരൻറ്റിൻ്റെ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ അമ്മേനെ വളർത്തി വലുതാക്കിയിരിക്കുന്നത്. ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ സന്നിധിയിൽ തന്നെ വളർന്നു തന്നെയാണ് ഞാൻ. അപ്പോൾ അനുഭവം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സഹായം കിട്ടിയിട്ടുള്ളത്. അത് ഭഗവാന്റെ സഹായം തന്നെയാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. നമുക്കൊന്നും ശരിയാവില്ല എന്നുള്ളത് വിചാരിച്ചിരിക്കുന്ന ടൈമിലായിരിക്കും, തോറ്റു എന്നുള്ള വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഭഗവാനായിട്ട് എന്തെങ്കിലും ഒരു ഇത് കൊണ്ടുവന്ന് തരും. ഭഗവാന്റെ തന്നെ കൃപ അത്ര. ഗുരുവായൂർ തന്നെ, ഗുരുവായൂർ വന്നവരാരും ഗുരുവായൂർ വിട്ട് പോകത്തില്ല. അങ്ങനെ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞ് വിളിയെ ഭഗവാനാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സഹോദരൻ ഹോസ്പിറ്റലായിട്ട് സീരിയസ് ആയിട്ട് സർജറി വേണ്ടി വന്നു. ഭഗവാന് മനസ്സറിഞ്ഞ് നമ്മൾ വിളിച്ചു, അതിൽ നിന്നൊക്കെ ഒഴിവായി. ഇപ്പോൾ അദ്ദേഹം പൂർണ്ണ ആരോഗ്യമായിട്ട് എൻ്റെ കുടുംബത്തോടൊപ്പം. അതാണ് ഏറ്റവും വലിയ അനുഭവം. എല്ലാവരും കൈവിട്ട കേസാണ്. ജ്യോതിഷന്മാർ വരെ മരണം പ്രവചിച്ച് അതിൽ നിന്നൊക്കെ ഭഗവാനെ സമർപ്പിച്ച് ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. സമർപ്പിച്ച് വിളിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ കുറിച്ചിട്ടേ പറയാനുള്ളൂ. ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മുടെ എല്ലാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഭഗവാന്റെ കൃപ എത്രമാത്രമാണെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് വയ്യാതായപ്പോഴും ഹസ്ബൻഡിന് വയ്യാതായപ്പോഴൊക്കെ ഭഗവാന്റെ കൃപ കൊണ്ടൊന്ന് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അനുഭവത്തിൽ ഭഗവാൻ എല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഭഗവാനെ കാണാമെന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ പുണ്യമാണ് ഈ ജന്മത്തിൽ. ഭഗവാന്റെ കൃപ, ഭഗവാനെ കാണുക, ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക, വായിക്കുക, ഇതൊക്കെ ഏറ്റവും വലിയ പുണ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. ഈ ഒരു ദിവസം ഭഗവാനെ ഉള്ളിൽ പോയി തൊഴാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിലും ഭഗവാൻ ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ. ഉണ്ണിക്കണ്ണന്മാരാണല്ലോ നിറയെ. എല്ലാ ഉണ്ണികളിലും ഭഗവാനെ ദർശിക്കാൻ നമുക്ക് സാധിക്കും. തൊഴുതിട്ടില്ല, തൊഴണം. നേരം വൈകിയാലും തൊഴുതിട്ട് തന്നെ പോവുള്ളൂ. വരം ചോദിച്ച ഭഗവാനിൽ ലയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം. കുറേ ഭൗതിക ഗുണങ്ങൾ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഭഗവാൻ തന്നിട്ടുള്ള ജന്മം നമ്മൾ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഭഗവാനിൽ ലയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ശരി കേട്ടോ. എന്തെങ്കിലും ഭഗവാന്റെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നോ വന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട്? ഞാനൊരു പ്രാവശ്യം ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ഒന്നും ആയിരുന്നില്ല, അത് ഇതേപോലെ വാഹന പൂജ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കുടുംബം എല്ലാവരും കൂടിയിട്ട് വന്നതായിരുന്നു. ഇവിടെ വാഹന പൂജ നടക്കുകയാണ്. പെട്ടെന്ന് വണ്ടി എടുക്കാൻ ആളെടുത്ത് പറഞ്ഞപ്പോൾ നിയന്ത്രണം തെറ്റിയിട്ട് ഭയങ്കര സ്പീഡിൽ പിടിച്ചിട്ട് അങ്ങോട്ട് പോയി. നിറയെ ആളുകളുണ്ടായിരുന്നു. ഒരു മനുഷ്യന് പോലും ഒന്നും പറ്റിയില്ല, ആർക്കും ഒന്നും പറ്റിയില്ല. ഞങ്ങളൊക്കെ എൻ്റെ അനിയന്മാരും അനിയത്തിമാരൊക്കെയാണ്, ഒക്കെ ചെറിയ കുട്ടികളാണ്. എല്ലാവരും പെട്ടെന്ന് ഒരു സെക്കൻഡ് എല്ലാവരും ഒന്ന് കാണാതെ പിന്നെ എല്ലാവരും കണ്ടു, എല്ലാവരും മട്ടത്തിൽ തന്നെ വന്നു. പക്ഷെ ആർക്കും ഒന്നും പറ്റിയില്ല. അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് അതിനോട്ട് തോന്നി. ആർക്കും കുറേ ആളുകൾ അറിയാലോ ഗുരുവായൂർ എത്രത്തോളം തരത്തിലാണ്, ആർക്കും ഒന്നും പറ്റിയില്ല. കാരണം ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാൻ ചെറുതായിട്ട് സ്കൂളിൽ പഠിക്കാൻ ഓക്കെ. എന്തായാലും സന്തോഷം. ഒരു 3 വർഷത്തോളമായിട്ട് സ്ഥിരം 3 വർഷമായി ഗുരുവായൂർ ഇങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് വേഷം മാറി ലോട്ടറി വിൽക്കാൻ വന്നതാണ്. ഓണക്കാലാവുമ്പോൾ മാവേലിയാണ്, ക്രിസ്മസ് വന്ന സാന്റാക്ലോസ് ആണ്. ഗുരുവായൂർ പിന്നെ കണ്ണം നിറഞ്ഞാടണല്ലോ. അത് മിക്കപ്പോഴും കൃഷ്ണവേഷത്തിൽ ഗുരുവായൂർ ഉണ്ടാവും. അപ്പൊ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ
കൃഷ്ണവേഷത്തിൽ ലോട്ടറി വിൽക്കുന്നു. ആണല്ലേ? നല്ല കഷ്ടപ്പാടുണ്ടാവൂല, നല്ല പാടില്ല ഉണ്ടല്ലേ? ജീവിതം മൊത്തം കഷ്ടപ്പാട് നിറഞ്ഞതാണ്. അപ്പൊ പിന്നെ അത് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എൻജോയ് ചെയ്ത് ഇതുപോലെയൊക്കെ കച്ചവടം ചെയ്യും. എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കൃഷ്ണന്റെ ഭഗവാന്റെ അത്ഭുതങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ? ഓ, പിന്നെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ ഗുരുവായൂർ അമ്പലനടയിലാണ്. കുറെ നാള് മേൽപ്പത്ര ഓഡിറ്റോറിയത്തിലൊക്കെ കഴിയും. അപ്പൊ അതിൽ നിന്നൊക്കെ അതിജീവിച്ചിട്ട് ഇന്ന് വാടക വീട്ടിലാണെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. മകള് +1 എത്തി. അതൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ. അതൊക്കെ തന്നെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും. പിന്നെ ഇന്ന് വൈകിട്ട് വരെ നിൽക്കും? ഒരു 4 മണി വരെയൊക്കെ നിൽക്കണം. ആണല്ലേ? ഈ വെയില് കാരണം അധികം സമയം നിൽക്കാൻ പറ്റില്ല, ചൂടല്ലേ. ടിക്കറ്റൊക്കെ വിറ്റ് പോകും. ശരി, എന്തായാലും നന്നായിട്ടിരിക്കും കേട്ടോ. ശരി, താങ്ക് യു. കുറച്ച് കാലമായിട്ട് കൃഷ്ണനായിട്ട് ഭയങ്കര കണക്കത്തിലായിരുന്നു. എന്ത് പറ്റി? പേഴ്സണലി കുറച്ച് അനുഭവങ്ങൾ എനിക്ക് വളരെ മോശമായിട്ട് വന്നു. ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ അടിമ എന്ന് പറയുന്ന പോലെ കിടന്നിരുന്നതാണ്. പിന്നെ ഒരു പേഴ്സണലി കുറച്ച് വലിയ അനുഭവങ്ങൾ വന്ന് ഞാൻ കുറച്ച് പിണക്കത്തിലായി. പിന്നെ കുറച്ച് വലിയ ആളുകളൊക്കെ പറഞ്ഞതിനോട് അത് പാടില്ല, ഭഗവാന്റെ അടുത്തേക്ക് വരണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ ഒറ്റപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയായി. അപ്പോൾ വീണ്ടും തിരിച്ച് ഏകാദശി നാളിൽ ഇവിടെ കൊണ്ടു ഭഗവാൻ. അപ്പോൾ എല്ലാ ആഴ്ചയും ഭഗവാന്റെ അടുത്തേക്ക് വരേണ്ട എല്ലാ ആഴ്ചയും ഭഗവാൻ തന്നെ എനിക്ക് ഭക്ഷണം തരേണ്ട ഒരു അവസ്ഥയായി. അപ്പോൾ എനിക്ക് എന്തായാലും ആശംസകൾ കൃഷ്ണന്റെ അടുത്ത്. ആ പിണക്കം ഒന്ന് പറയാൻ പറ്റുമോ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട്? എന്ത് സംഭവിച്ചു? അത് വളരെ തികച്ചും പേഴ്സണലായ കാര്യമാണ്. അത് വലിയ വലിയ വിഷമങ്ങളുള്ള ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ഭഗവാൻ തന്നൂലേ അങ്ങനെ? ഭഗവാൻ എനിക്ക് തന്നു. ഞാൻ വളരെ അത്രയും ഭക്തിയായിരുന്നു. അപ്പം പറയുമ്പോൾ തന്നെ ആള് കണ്ണറിയുന്നുണ്ട് ചേച്ചിയുടെ. അത്രയും ആൾ സന്തോഷം കൊണ്ടാണ് ഞാൻ കറിയണത്, കണ്ടറിയാം. ഒന്നുമില്ല, വലിയ എന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്, ഉണ്ടാവും. ഇനി പലരും ഇപ്പൊ എല്ലാവർക്കും എല്ലാം അതിജീവിച്ചു കൊള്ളണം എന്നില്ല. ചിലരൊന്നും എൻ്റെ അനുഭവങ്ങൾ പലർക്കും കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിജീവിച്ചു കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഞാൻ അതിജീവിച്ചു പോകും. ഭഗവാൻ എന്നോട് പ്രത്യക്ഷപ്പെട്ട് വരം ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കണേന്ന്, അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. വേറെ എന്താ എനിക്ക് പറയാനുള്ള? ഭഗവാൻ എന്തായാലും എന്നെ എല്ലാ ആഴ്ചയിലൂടെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. കുറച്ച് ദൂരേക്ക് കാഴ്ച കുറവുള്ള എനിക്ക് കണ്ണട വെച്ചാലും ഭഗവാനെ കാണാൻ പറ്റണില്ല. അപ്പൊ എനിക്ക് അതിൽ വലിയ സങ്കടം ഉണ്ട്. കുറച്ചും കൂടെ അടുത്തേക്ക് കാണിച്ചു തരണേ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ ഉണ്ട്. അത്രയേ ഉള്ളൂ.